എല്ലാവർക്കും നമസ്കാരം. മാത്സ് വിത്ത് അഫ്നാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് +1 കുട്ടികളുടെ ഒന്നാമത്തെ ചാപ്റ്ററായ സെറ്റ്സ് എന്ന ചാപ്റ്റർ ആയിരുന്നു. അപ്പം ആ ചാപ്റ്ററിൻ്റെ ഫൈനൽ പാർട്ട് വീഡിയോ ആണ് ഈ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. മക്കളെ ശ്രദ്ധിക്കണം, എന്താണ് ഡിസ്ജോയിൻറ്റ് സെറ്റ്, ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്? അപ്പോൾ നോക്കുക, ഫോർ എക്സാമ്പിളൂടെ പറയാം. എ എന്ന് പറയുന്നൊരു സെറ്റുള്ള 1 2 3 ആണ്. ബി എന്ന് പറയുന്ന മറ്റൊരു സെറ്റ് 4 5 6 ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻ്റർസെക്ഷൻ പഠിച്ചായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കൺസെപ്റ്റാണ് ഇൻ്റർസെക്ഷൻ വെച്ചാണ് നമ്മൾ ഡിസ്ജോയിൻ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പറയുന്നത്. ഓക്കെ, എടാ എ ഇൻ്റർസെക്ഷൻ ബി എടുക്കുക. എ ഇൻ്റർസെക്ഷൻ ബി, എന്താണ് ഇൻ്റർസെക്ഷൻ? ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കോമൺ എലമെൻറ്റ്സ് മാത്രം സെലക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കിയാൽ എയിലും ബിയിലും കോമൺ ആയിട്ട് എലമെൻറ്റ് വല്ലതും ഉണ്ടോ? ഒരെലമെൻറ്റ് പോലും ഇല്ല. അപ്പോൾ അതെന്താണ് ആൻസർ? നൾ സെറ്റാണ്. അല്ലെങ്കിൽ ഓർ ഫൈ എന്ന് പറയാം. നൾ സെറ്റ് എന്നോ ഫൈ എന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പം രണ്ട് സെറ്റുകൾ അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുന്നു. അപ്പോൾ കിട്ടുന്ന ഉത്തരം ഫൈ ആണെങ്കിൽ അങ്ങനത്തെ സെറ്റുകളാണ് എന്ത് സെറ്റ് എന്ന് പറയുന്നത്? ഡിസ്ജോയിൻറ്റ് സെറ്റ്. എന്ന് വെച്ചാൽ അവർ ഒരു തരത്തിലും ജോയിൻ്റ് ആകുന്നില്ല എന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ കണക്ട് ചെയ്താൽ മതി. അടുത്ത് നോക്കാം. ഡിസ്ട്രിബ്യൂട്ടീവിലോ നമ്മുടെ പ്രോപ്പർട്ടീസ്, ഇൻ്റർസെക്ഷൻ്റെ പ്രോപ്പർട്ടിയിൽ ഒരു പ്രോപ്പർട്ടി ആയിട്ട് ഉള്ളതാണ് ഡിസ്ട്രിബ്യൂട്ടീവിലോ. അതിൻ്റെ പ്രോബ്ലം കൂടെ ചെയ്യേണ്ടതുകൊണ്ടാണ് നമ്മൾ അത് പിന്നീട് ഇപ്പം പറയുന്നത്. ഇതേ നോക്കുക, ഇവിടെ ഇത്ര ഉള്ള അതിൻ്റെ അകത്ത് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് വെച്ചാൽ ബി യൂണിയൻ സി. ലെഫ്റ്റ് സൈഡ് നോക്കുക, റൈറ്റ് സൈഡും ശ്രദ്ധിച്ച് നോക്കുക. ലെഫ്റ്റ് സൈഡിൽ പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി. ബി യൂണിയൻ സി കണ്ടുപിടിച്ച് അതിനെ എയുമായി ഇൻ്റർസെക്ഷൻ എടുക്കണം. അപ്പോൾ കിട്ടുന്ന അതേ ആൻസർ തന്നെയാണ് എ ഇൻ്റർസെക്ഷൻ ബി കണ്ട് എ ഇൻ്റർസെക്ഷൻ സിയും കണ്ടുപിടിച്ചിട്ട് അതിനെ യൂണിയൻ എടുത്താൽ കിട്ടുന്നത്. ചെയ്യുമ്പം കുറച്ചുകൂടെ റെഡിയാവും. അതാണ് ആ ലോ പറയുന്നത്. ഓക്കെ, നമ്മൾ കമ്പ്യൂട്ടർ ലോ ഒക്കെ പഠിച്ചില്ലടാ, എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ എന്നൊക്കെ പഠിച്ചില്ലേ? അതുപോലത്തെ ഒരു ലോ ആണ്. കുറച്ച് വലിയൊരു ലോ ആണെന്നേ ഉള്ളൂ. നമുക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ഇൻ്റർസെക്ഷനിൽ നമ്മൾ ചെയ്തൊരു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ തന്നെ വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം. എ ഉണ്ട്, നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി കാണണമെങ്കിൽ എന്തറിഞ്ഞിരിക്കണം? ബി യൂണിയൻ സി അറിയാമെങ്കിലല്ലേ അതിന് എയുമായിട്ട് ഇൻ്റർസെക്ഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ബി യൂണിയൻ സി ഒന്ന് കണ്ടു നോക്കുകയാണ്. ബി യൂണിയൻ സി, ബിയും സിയും കൂടെ യൂണിയൻ എടുക്കുമ്പോൾ, യൂണിയൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും എഴുതും, റിപ്പീറ്റ് ചെയ്യുന്നവരെ എഴുതരുത്. 7 9 11 13 11 13 പിന്നെ എഴുതാൻ പറ്റുക? എല്ലാവരും എഴുതുകയാണ്, റിപ്പീറ്റ് ചെയ്യുന്നവരെ എഴുതത്തില്ല. പിന്നെ ആരാ ഉള്ളത്? 15. യൂണിയൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. യൂണിയൻ കിട്ടുന്നില്ലെങ്കിൽ ഈ വീഡിയോ ആണ് ആദ്യം കാണുന്നതെങ്കിൽ നിങ്ങൾ ബാക്കിൽ നമ്മൾ ചെയ്തേക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പം സിമ്പിളായിട്ട് കിട്ടും. ബി യൂണിയൻ സി കിട്ടി. ഇനി എയുമായിട്ട് ഇൻ്റർസെക്ഷൻ എടുക്കുക. എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി. എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ ബി യൂണിയൻ സിയിലും എയിലും കോമൺ ആയിട്ട് വരുന്ന ആളുകൾ, അതാണ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. കോമൺ വരുന്ന ആരൊക്കെയാണ്? അത് 7 9 11 ഇവിടെ ഉണ്ട്. അതാണ് കോമൺ എലമെൻറ്റ്. അപ്പോൾ ഇൻ്റർസെക്ഷനിൽ വരുന്ന ആരൊക്കെയാണ്? 7 9 11. അപ്പം നമ്മുടെ ഡിസ്ട്രിബ്യൂട്ട്, നമ്മുടെ ലോയുടെ ലെഫ്റ്റ് സൈഡ് കിട്ടി നമുക്ക്. എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി കിട്ടി. റൈറ്റ് സൈഡ് കണ്ടുപിടിച്ച് നോക്കണം. അപ്പോഴും ഇത് തന്നെയാണ് വരുന്നതെന്ന് നോക്കുക. അതേ വരത്തുള്ളൂ. നമുക്ക് നോക്കാം. എ ഇൻ്റർസെക്ഷൻ ബി കാണുക, എ ഇൻ്റർസെക്ഷൻ സിയും കാണുക, എന്നിട്ട് യൂണിയൻ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതെന്താ? എ ഇൻ്റർസെക്ഷൻ ബി നോക്കിയേ. എയും ബിയും ഇൻ്റർസെക്ഷൻ എടുത്താൽ ആരാ കോമൺ എലമെൻറ്റ്സ്? എയിലും ബിയിലും 7 9 11. ഇനി എ ഇൻ്റർസെക്ഷൻ ബി കണ്ട് ഇനി എ ഇൻ്റർസെക്ഷൻ സി കാണുമെങ്കിൽ യൂണിയൻ എടുക്കാൻ പറ്റത്തുള്ളൂ. എ ഇൻ്റർസെക്ഷൻ സി, എയിലും സിയിലും കോമൺ ആയിട്ട് വരുന്ന ആരാ? ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, എയിലും സിയിലും കോമൺ എലമെൻറ്റ് 11 മാത്രമാണിത്. 11. എ ഇൻ്റർസെക്ഷൻ ബിയുടെയും എ ഇൻ്റർസെക്ഷൻ സിയുടെയും യൂണിയൻ എന്നാണ് പറയുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും യൂണിയൻ എന്ന് വെച്ചാൽ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി. അതിൻ്റെ യൂണിയനിൽ വരുന്ന ആരാണ്? രണ്ടും എല്ലാം കൂടെ ഒന്നിച്ച് എഴുതുന്നതാണ് യൂണിയൻ. തെറ്റിപ്പോകരുത്. ഇൻ്റർസെക്ഷനും യൂണിയനും എല്ലാം കൂടെ കലർത്തി ചെയ്യുമ്പം തെറ്റരുത്. യൂണിയൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും എഴുതുക. എ ഇൻ്റർസെക്ഷൻ ബിയിലുള്ള 7 9 11 ഇതുകൂടെ എഴുതുക. 7 9 11 ഒന്നുകൂടെ 11 എഴുതുക? ഇല്ല, കാരണം ഒന്നിച്ചെഴുതും, പക്ഷെ റിപ്പീറ്റ് ചെയ്യുന്നവരെ എഴുതത്തില്ല. ശ്രദ്ധിക്കുക മക്കളെ. ഇതായിരുന്നു ലെഫ്റ്റ് സൈഡ്, ഇതാണ് റൈറ്റ് സൈഡ്. ലെഫ്റ്റും റൈറ്റും എന്താണ്? ഈക്വലാണ്. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സിയും എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സിയും തുല്യമാണ്. എന്ന് വെച്ചാൽ ഇത് കാണേണ്ട, ഇപ്പം ഇത്രയും വലിയൊരു പ്രോബ്ലത്തിൽ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി കാണാൻ പറഞ്ഞാൽ വേണമെങ്കിൽ ഇത് കണ്ടാലും മതി. രണ്ടും സെയിം ആളുകൾ തന്നെയാണ്. അല്ലെങ്കിൽ പ്രോബ്ലം വേണമെങ്കിൽ ചിലപ്പോൾ അവർക്ക് ചോദിക്കുകയും ചെയ്യും. എയും ബിയും സിയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പ്രൂവ് ചെയ്യാനൊന്നും പറയത്തില്ല. ഈ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് ഈക്വലാണ്. എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സിക്ക് ഈക്വലാണെന്ന്
കാണിച്ചു കൊടുക്കാൻ പറയും. അങ്ങനെ മക്കളെ നമ്മൾ ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് ആയിരുന്നു പഠിച്ചിരുന്നത്. അതിൽ ഏതൊക്കെ പഠിച്ചു നമ്മൾ? യൂണിയൻ, ഫസ്റ്റ് ഓപ്പറേഷനാണ് യൂണിയൻ, പിന്നെ അത് രണ്ടാമത്തെ ഓപ്പറേഷനാണ് ഇൻ്റർസെക്ഷൻ പഠിച്ച്. ഇത് മൂന്നാമത്താണ് ഡിഫറൻസ് ഓഫ് സെറ്റ്സ്. സെറ്റുകളുടെ ഡിഫറൻസ് എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ ബാക്കിയെല്ലാം ചെയ്താൽ എക്സാമ്പിളിൽ നിന്ന് പെട്ടെന്ന് പറയുന്നത് എ ഉണ്ട് ബി ഉണ്ട്, രണ്ട് സെറ്റാണ്. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി എന്നാണ് എഴുതുന്നത്. എ മൈനസ് ബി അതെങ്ങനെയാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ എയും ബിയും നോക്കുക. എയിലേക്കും ബിയിലേക്കും ശ്രദ്ധിച്ച് നോക്കുക മക്കളെ. ഇവിടെ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ നിന്നും ബി എ മാറ്റിക്കളയുക. എയിൽ നിന്നും ബി എ എടുത്ത് കളയുക. എ നോക്കുക 1 2 3 4 ആണ്, ബി 3 4 5 6 ആണ്. അപ്പം എയിലുള്ളവരെ മാത്രമേ എഴുതാവുള്ളൂ. എയിലുള്ള ആരെങ്കിലും ബിയിലും ഉണ്ടെങ്കിൽ അത് എഴുതരുത്. ഇപ്പോൾ 1 ബിയിലില്ല, അതുകൊണ്ട് എഴുതാം. 2 ബിയിലില്ലാത്ത ആളാണ്, അതുകൊണ്ട് എഴുതാം. 3 ബിയിലുണ്ട്, കാരണം ബി നമ്മൾ കളയുകയാണ്, അപ്പോൾ 3 എഴുതാൻ പറ്റത്തില്ല. 4 പറ്റത്തില്ല. പിന്നെ 5ഉം 6ഉം ബി എ മൊത്തത്തിൽ കളയുകയാണ്. ബിയിലുള്ള ഒന്നും നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അതാണ് എ മൈനസ് ബി. എയിൽ നിന്നും ബി എ എടുത്ത് കളയുക. ബി എ ഫുള്ള് കളയുന്നു. അപ്പം ബി എ ഫുള്ള് കളയുമ്പം 3 4 5 6 നമുക്ക് എഴുതാൻ പറ്റത്തില്ല. എയിൽ 3 4 ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി ബാക്കിയുള്ളവരെ എഴുതുക. അതാണ് എ മൈനസ് ബി. എയിൽ നിന്നും ബി മാറ്റി കളയുന്നു. ഇനി ഇതിൻ്റെ എന്താണ് സെറ്റ് ബിൽഡർ ഫോം പറയാം നമുക്ക്. എ മൈനസ് ബിയുടെ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എ ആൻഡ് എക്സ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ബി. എയിൽ എലമെൻറ്റ്സ് മാത്രം, ബിയിൽ എലമെൻറ്റുകൾ എഴുതുന്നില്ല. നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ബി. എയിൽ എലമെൻറ്റുകൾ മാത്രം എഴുതുന്നു, ബിയിലുള്ളവരെ മാറ്റി നിർത്തുന്നു. അതാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. മക്കളെ ഇതിൻ്റെ വെൻ ഡയഗ്രം എന്ന് പറയുമ്പോൾ നമ്മൾ വെൻ ഡയഗ്രം നേരത്തെയും പറഞ്ഞായിരുന്നു. അപ്പം ഈ പെട്ടിയാണ് യൂണിവേഴ്സൽ സെറ്റ്, മെയിൻ സെറ്റ്. അകത്ത് എയും ബിയും ഉണ്ട്. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ നിന്നും ഇത് കണക്ട് ചെയ്ത് നിൽക്കുന്നതിൽ നിന്നും ബി അങ്ങ് കളയുകയാണ്. ബിയിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളയുകയാണ്. കണ്ട, ബിയിലുള്ള 3ഉം 4ഉം ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ ആ 3ഉം 4ഉം എഴുതാനത്. അതുപോലെ ഫിഗർ വരയ്ക്കുമ്പോൾ എ മാത്രം ഷെയ്ഡ് ചെയ്യുക. കോമണായി നിൽക്കുന്ന റീജിയൻ എന്ത് ചെയ്യരുത്? കോമണായി നിൽക്കുന്നത് ഷെയ്ഡ് ചെയ്യരുത്. ഓക്കെ, ഇതാണ് എ മൈനസ് ബി. നമ്മുടെ ഡിഫറൻസിൻ്റെ ഒരു പ്രോബ്ലമാണ്. അതോടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ഒരു എ ബി സി എന്ന് പറഞ്ഞ 3 സെറ്റും അതിൻ്റെ സബ്ബായിട്ടുള്ളൊരു 4 ചോദ്യം അതോടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവും. മക്കളെ നോക്കാം. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഒന്നാമത്തെ ആൾ എന്ത് ഫൈൻഡ് ചെയ്യാനാണ്? ഫൈൻഡ് എന്നാണ് ക്വസ്റ്റ്യൻ. എ മൈനസ് ബി ആണ്. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ നിന്നും ബി എ എന്ത് ചെയ്യുക? കുറച്ച് കളയുക. ഓക്കെ, എയിൽ നിന്നും ബി എ കളയുകയാണ്. അപ്പം നോക്കണം, ബിയിലുള്ള എന്തെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കത് എഴുതാൻ പറ്റത്തില്ല. ബാക്കിയുള്ളവരെ എഴുതാൻ പറ്റത്തുള്ളൂ. എയിലേക്ക് നോക്കുക, ബിയിലേക്ക് നോക്കുക. ബിയിലുള്ള എന്തെങ്കിലും എയിൽ കിടപ്പുണ്ട്, അത് എഴുതാൻ പറ്റത്തില്ല. 3 അവിടെ ബിയിലില്ല, അതുകൊണ്ട് നമുക്ക് എഴുതാം 3. 6 എഴുതാൻ പറ്റും, 9 എഴുതാൻ പറ്റും. 12 അപ്പുറത്തുള്ള എലമെൻ്റ് ആണ്, അതുകൊണ്ട് 12 എഴുതാൻ പറ്റത്തില്ല. 15 അപ്പുറത്തില്ല, അതുകൊണ്ട് 15 എഴുതാം. 18 എഴുതാൻ പറ്റും. 21 ഇതിലുള്ളതായിട്ടുള്ളൊരു എലമെൻ്റ് ആയ 12 മാത്രമേ അവിടെ ഉള്ളായിരുന്നു. എയിലുള്ള 12 ബിയിലും ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അത് എഴുതിയില്ല. ബാക്കിയെല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ബി അങ്ങ് മൈനസ് ചെയ്ത് കളയാണ്. തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് ചിന്തിക്കണം. ബി മൈനസ് എ എന്ന് പറയുമ്പോൾ ബിയിൽ നിന്നും, നേരത്തെ എയിൽ നിന്നും ബി എ മാറ്റി കളഞ്ഞെങ്കിൽ ബിയിൽ നിന്നും എ കളയുക. ബിയിലായിട്ട് നോക്കുക. അപ്പോൾ എ വേണ്ട, എ മാറ്റി കളയുക. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ 4 എഴുതാം, ഇപ്പുറത്ത് എയിലില്ല. 8 എഴുതാം, എയിലില്ല. 12 അപ്പുറത്ത് എയിലുണ്ട്, അതുകൊണ്ട് എഴുതാൻ പറ്റത്തില്ല. 16 അപ്പുറത്തില്ല, എഴുതാം. 20 എഴുതാം. എ മൈനസ് ബി എഴുതി കഴിയുമ്പോൾ നമുക്ക് ബി മൈനസ് എ കുറച്ചുകൂടെ സ്പീഡിൽ ആലോചിച്ച് എഴുതാൻ പറ്റും. മക്കളെ അടുത്തത് എ മൈനസ് സി. എയിൽ നിന്നും സി എ മാറ്റി കളയുക. 3 അപ്പുറത്തില്ല, അതുകൊണ്ട് ഇവിടെ എഴുതാൻ പറ്റും എ മൈനസ് സിയിൽ. ഇനി 6 പറ്റത്തില്ല, 6 അപ്പുറത്തുള്ളതുകൊണ്ട് എഴുതാൻ പറ്റത്തില്ല. 9 അവിടെ ഇല്ല, എഴുതാം. 12 അവിടെ ഉണ്ട്, എഴുതാൻ പറ്റത്തില്ല. 15 അവിടെ ഇല്ല, അതുകൊണ്ട് ഇപ്പുറത്ത് എഴുതാം. 18 അവിടെ ഇല്ല, അതുകൊണ്ട് ഇവിടെ എഴുതാം. 21 സിയിലില്ല, അതുകൊണ്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നോക്കുക. ബി മൈനസ് സി. ബിയിൽ നിന്നും സി കളയുക. 4 ഫസ്റ്റ് എലമെൻ്റ് ആയ 4 തന്നെ അപ്പുറത്തുണ്ട്, എഴുതാൻ പറ്റത്തില്ല. 8 പറ്റത്തില്ല. 12 അപ്പുറത്തുണ്ട്, പറ്റത്തില്ല. 16 അവിടെ ഉണ്ട്, പറ്റത്തില്ല. ആകെ പറ്റുന്നത് 20. ഒരൊറ്റ എലമെൻറ്റേ ഉള്ളൂ ബി മൈനസ് സിയിൽ. അതാരാ? ബി മൈനസ് സിയുടെ ആകെ ഒരു ആൻസർ 20 ആണ്. ഒറ്റ എലമെൻറ്റുള്ള സെറ്റിന് എന്ത് സെറ്റ് എന്നാണ് പറയുന്നത്? ഇടയ്ക്ക് സാർ ഇങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾക്ക് അപ്പോൾ ഒന്ന് റിവൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും. എന്താണ് ഒരു എലമെൻറ്റുള്ള സെറ്റ്? സിംഗിൾട്ടൺ സെറ്റ്. ഓക്കെ, മക്കളെ നോക്കണം. നമ്മുടെ ഓപ്പറേഷൻ ഓൺ സെറ്റ്സിൽ 4ാമത്തെ ഓപ്പറേഷനാണ്
കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ്, ഒരു സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ്. എന്താണ് കോംപ്ലിമെൻ്റ് എന്ന് പറയാം? മക്കളാണ് ഇപ്പോൾ എ ആണ് സെറ്റെങ്കിൽ അതിനെ കോംപ്ലിമെൻറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് ഇത് എ, ഒരു ഡാഷ് പോലെ കൊടുക്കും. ഇതിനെ പറഞ്ഞാൽ എ കോംപ്ലിമെൻറ്റ്, അല്ലെങ്കിൽ എ റൈസ് ടു അല്ലെങ്കിൽ എയുടെ പവറായിട്ട് സി, ഇതാണ് എ കോംപ്ലിമെൻറ്റ് എന്ന് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇനി എന്താണ് കോംപ്ലിമെൻ്റ് എന്ന് ചോദിച്ചാൽ, യു എന്ന് പറയുന്ന സെറ്റ് നിങ്ങൾക്ക് അറിയാം മക്കളെ, യൂണിവേഴ്സൽ സെറ്റ്. എല്ലാ സെറ്റിനെയും കൺസിഡർ ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിൽ എല്ലാ സെറ്റുകളെയും കണ്ടെയ്ൻ ചെയ്യുന്ന വലിയ സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ്. അപ്പോൾ ഇപ്പോൾ യു ആണ്, അതിൻ്റെ സബ്ബാണിത് എ എന്ന് പറയുന്നത്. എടാ എ കോംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ എ ഡാഷ് എന്ന് പറഞ്ഞാൽ യു എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ എന്ന് പറയുന്ന സെറ്റിനെ കുറയ്ക്കുന്നതിനാണ്. ഡിഫറൻസ് കാണത്തില്ല നമ്മൾ നേരത്തെ, ഡിഫറൻസിൻ്റെ ഐഡിയ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മളിത്. എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ യു എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ എന്ന് പറയുന്ന സെറ്റ് കുറയ്ക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പം യു എന്ന് പറയുന്ന സെറ്റിൽ നിന്നും യു എന്ന് പറയുന്ന സെറ്റ് 1 2 3 4 5 6 അല്ലേ, അതിൽ നിന്ന് എ ഏതാണ് 1 2 3 ആണ്. ആ എ അങ്ങ് എടുത്ത് മാറ്റണം, അതാണ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ത് വരും ഇവിടെ? ഇത് നോക്കി, യു എന്ന് പറയുന്ന സെറ്റിൽ നിന്നും എ കളയാണ്, എ 1 2 3 കളഞ്ഞാൽ ബാക്കി ആൻസർ എന്തോ 4 5 6. ഓക്കെ, ഇതാണ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഇതേ സ്ഥാനത്ത് ഇപ്പം സാർ വേറൊരു സെറ്റ് പറയുകയാണ്, ബി എന്ന് പറയുന്നൊരു സെറ്റ്. അപ്പം അതിൻ്റെ കോംപ്ലിമെൻ്റ് കാണുകയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണം 4 5 എന്നാണ് ബി എന്ന് പറയുന്നൊരു സെറ്റ്. അപ്പോൾ ബിയുടെ കോംപ്ലിമെൻ്റ് കാണാമെന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെൻ്റ് ആണെങ്കിൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ കുറയ്ക്കുന്നതാണ് എ കോംപ്ലിമെൻ്റ് എങ്കിൽ മക്കളെ ബി കോംപ്ലിമെൻ്റ് എന്താണ് ഒന്ന് പറഞ്ഞു നോക്കി. യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എന്ത് കുറയ്ക്കണം? ബി കുറയ്ക്കണം. ഓക്കെ, യൂണിവേഴ്സൽ സെറ്റായ 1 2 3 4 5 6ൽ നിന്നും ബി ആയ 4 5 എടുത്ത് കളയുമ്പോൾ ബാക്കി ആരുണ്ട്? 1 2 3 6. ഓക്കെ, അപ്പം എ കോംപ്ലിമെൻറ്റ് മാത്രം പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഡൗട്ട് വന്നാലും നമ്മൾ സാർ ബി കോംപ്ലിമെൻ്റ് ഇവിടെ പറഞ്ഞത്. ഇനി ഇതിൻ്റെ എന്താണ് എ കോംപ്ലിമെൻറ്റിൻ്റെ അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റ് വരുന്നതിൻ്റെ എ കോംപ്ലിമെൻറ്റുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ ഏത് ഫോം പറയാം? എ കോംപ്ലിമെൻറ്റിൻ്റെ സെറ്റ് ബിൽഡർ ഫോം പറയാം. എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് യു, യുവിൽ എലമെൻറ്റുകൾ മാത്രമേ ഉള്ളൂ, ആൻഡ് എക്സ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എ. എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ബി കോംപ്ലിമെൻ്റ് ആണെങ്കിൽ അവിടെ ബി എന്ന് വരും. എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ യുവിലുള്ള എലമെൻറ്റ്സ് എല്ലാം എഴുതാം, പക്ഷേ എയിലുള്ളവരെ എഴുതരുത്. യുവിൽ നിന്നും എ മൈനസ് ചെയ്യുക, അതാണ് കോംപ്ലിമെൻറ്റ്. സത്യം പറഞ്ഞാൽ എ എന്നുള്ളൊരു ലെറ്റർ ഉണ്ട്, അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എ നമ്മൾ എഴുതുന്നില്ല എന്നാണ്, യുവിൽ നിന്നും എ കളയുന്നു, അതാണ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഡാഷും കൊടുക്കാം, സി എന്ന് എഴുതാം, രണ്ടും കറക്റ്റാണ് മക്കളെ. ഇനി അതിൻ്റെ വെൻ ഡയഗ്രം എങ്ങനെ വരുമെന്ന് പറയാൻ പോകുന്നത്, ഇതിന് മുമ്പുള്ളതിൻ്റെ അതൊക്കെ നിങ്ങൾ ആലോചിക്കും ചിലപ്പം സാർ ഇതിന് മുമ്പൊക്കെ ഉള്ള യൂണിയനും ഇൻ്റർസെക്ഷനും ഡിഫറൻസും ഒക്കെ എഴുതിയപ്പം സാർ അകത്ത് 2 പേരെ വരച്ചായിരുന്നല്ലോ. ഇവിടെ എന്താ മക്കളെ ഒരാളെ വരയ്ക്കുന്ന? കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പം എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ യു മൈനസ് എ എന്ന്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ മെയിൻ പെട്ടിയായിട്ടുള്ള യൂണിവേഴ്സൽ സെറ്റും ഒരു സെറ്റുമേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ എ മാത്രം വരച്ചേക്കുന്നത്, ബിയെ പറ്റി പറയുന്നില്ല. ബിയുടെ കോംപ്ലിമെൻറ്റ് കാണാനാണെങ്കിലും യു മൈനസ് ബി എന്ന്. ഓക്കെ, അപ്പം എ കോംപ്ലിമെൻറ്റ് കാണിക്കാനാണ് നമ്മൾ ആ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരാളെ വരച്ച് ആ ഒരു ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഒരാളെ വരച്ചാൽ മതി. അപ്പോൾ നോക്കുക, യു മൈനസ് എ ആണ് യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ കുറയ്ക്കുക എന്ന് വെച്ചാൽ ഈ ബോക്സാണ് യൂണിവേഴ്സൽ സെറ്റ്, അതിൽ നിന്ന് എ മാത്രം അങ്ങ് മാറ്റിക്കളയുക, അതാണ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് എ വേണ്ട, എ നമ്മൾ മാറ്റുകയാണ്, ബാക്കിയുള്ള പോർഷൻസ് മാത്രം ഷെയ്ഡ് ചെയ്യുന്നു. യുയിൽ നിന്നും എ നമ്മൾ മാറ്റി, ബാക്കിയുള്ളത് മാത്രമാണ്. ഇതാണ് എന്താണ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. എ കോംപ്ലിമെൻ്റ് ഈസ് ഈക്വൽ ടു, എ കോംപ്ലിമെൻ്റിനാണ് ഈ ഡയഗ്രാം എന്താണ്, എ കോംപ്ലിമെൻ്റ് ഈസ് ഈക്വൽ ടു യു മൈനസ് എ. യുയിൽ നിന്നും യു ആയ മെയിൻ ബോക്സിൽ നിന്നും എ മാത്രം കളയുന്നു. അപ്പം എ വേണ്ട, നമുക്ക് വേണ്ട പോർഷൻ, ഉത്തരമായിട്ട് വേണ്ട പോർഷൻ മാത്രമാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത്. എ കോംപ്ലിമെൻറ്റിൻ്റെ പോർഷനാണ് ഈ ഷെയ്ഡ് ചെയ്തേക്കുന്നത്. ഇത് എ ആണ്, അതിൽ ഷെയ്ഡ് ചെയ്തേക്കുന്നത് എ കോംപ്ലിമെൻറ്റിൻ്റെ പോർഷൻ. ഓക്കെ മക്കളെ ശ്രദ്ധിക്കണം. എടാ ഈ കോംപ്ലിമെൻറ്റ് സെറ്റിൻ്റെ അകത്ത് തന്നെ അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പറയും. ഇതിവിടെ ഇട്ടേക്കുന്ന നമുക്ക് പ്രോപ്പർട്ടി പറയുമ്പം ആ പ്രോപ്പർട്ടിക്കകത്ത് വന്നേക്കുന്ന പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്തു നോക്കാൻ വേണ്ടിയാണ് കേട്ടോ. പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലിമെൻറ്റ്. കോംപ്ലിമെൻ്റ് പ്രോപ്പർട്ടിയാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി, എ കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻ്റ് എടുത്തിട്ട് അതിൻ്റെ കോംപ്ലിമെൻറ്റ് കണ്ടാൽ എ തന്നെ കിട്ടുമെന്നാണ് പറയുന്നത്. വേണമെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. കിട്ടാൻ വേണ്ടി എ കോംപ്ലിമെൻറ്റ്. നോർമലി എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ആ പറയപ്പെടുന്ന ആളെ എയുടെ കോംപ്ലിമെൻറ്റ് കാണാൻ പറഞ്ഞാൽ യുവിൽ നിന്നും ആരെ കുറയ്ക്കുക? എയെ കുറയ്ക്കുക. ബിയുടെ കോംപ്ലിമെൻറ്റ് കാണാൻ പറഞ്ഞാൽ യുവിൽ നിന്നും ബി കുറയ്ക്കും. അങ്ങനെയാണെങ്കിൽ മക്കളെ എ കോംപ്ലിമെൻറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് കാണാൻ പറഞ്ഞാൽ
എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞപ്പോൾ യുയിൽ നിന്ന് എ കുറച്ച്, ബി കോംപ്ലിമെൻ്റ് ആണെങ്കിൽ യുയിൽ നിന്ന് ബി കുറയ്ക്കും. അപ്പോൾ എ കോംപ്ലിമെൻറ്റിൻ്റെ കോംപ്ലിമെൻ്റ് ആണെങ്കിൽ യുയിൽ നിന്നും ആരുടെ കോംപ്ലിമെൻ്റ് കാണാനാണ് പറയുന്നത്? എ കോംപ്ലിമെൻറ്റിൻ്റെ. അപ്പം യുയിൽ നിന്നും എ കോംപ്ലിമെൻ്റ് ആണ് കുറയ്ക്കുന്നത്. യുയിൽ നിന്നും എ കോംപ്ലിമെൻ്റ് ആയ 4ഉം 5ഉം 6ഉം അങ്ങ് കളഞ്ഞാൽ, ആ 4ഉം 5ഉം 6ഉം അങ്ങ് പോയാൽ ബാക്കി ആരാടാ? 1 2 3. യുയിൽ നിന്നും എ കോംപ്ലിമെൻ്റ് കുറയ്ക്കുന്നു, കാരണം എ കോംപ്ലിമെൻറ്റിൻ്റെ കോംപ്ലിമെൻ്റ് കാണാനാണ് പറഞ്ഞത്. അപ്പോൾ യുയിൽ നിന്നും എ കോംപ്ലിമെൻ്റ് കുറയ്ക്കുന്നു. യു ആയ 1 2 3 4 5 6ൽ നിന്നും എ കോംപ്ലിമെൻ്റ് ആയ 4 5 6 മാറ്റിയാൽ ബാക്കി എത്ര? 1 2 3. അത് ആര് തന്നെയാടാ? എ തന്നെയല്ലേ? അതാണ് അവർ പറയുന്നത്. എ കോംപ്ലിമെൻറ്റിൻ്റെ കോംപ്ലിമെൻ്റ് കണ്ടാൽ എന്ത് തന്നെ കിട്ടും? എ തന്നെ കിട്ടും. എ കോംപ്ലിമെൻ്റ് കണ്ടു, എ കോംപ്ലിമെൻറ്റിൻ്റെ കോംപ്ലിമെൻ്റ് കണ്ടപ്പം യുയിൽ നിന്നും എ കോംപ്ലിമെൻ്റ് കുറച്ചു, കിട്ടിയ ഉത്തരം 1 2 3. അതാണ് നമ്മുടെ എ എന്ന് പറയുന്നത്. അതാണ് എഴുതിയേക്കുന്ന ഒന്നാമത്തെ പ്രോപ്പർട്ടി. മക്കളെ, പ്രോപ്പർട്ടി 2, രണ്ടാമത്തെ പ്രോപ്പർട്ടി, എ യൂണിയൻ എ കോംപ്ലിമെൻ്റ് ഈസ് ഈക്വൽ ടു യു. എയും എ കോംപ്ലിമെൻറ്റിനെയും യൂണിയൻ എടുത്താൽ എന്ത് കിട്ടും? യു കിട്ടും. നോക്കാം, സിമ്പിളാണ്. ദേ മക്കളെ, എയിലേക്ക് നോക്കണം. 1 2 3. ആരുമായിട്ടാണ് യൂണിയൻ എടുക്കേണ്ട? എ കോംപ്ലിമെൻറ്റുമായിട്ട്. എ കോംപ്ലിമെൻറ്റ് നോക്കിക്കടാ, 4 5 6. ഈ 1 2 3യും ഈ 4 5 6നെയും കൂടെ യൂണിയൻ എടുക്കാനാണ് പറയുന്നത്. എയും എ കോംപ്ലിമെൻറ്റൂടെ യൂണിയൻ എടുക്കുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചെഴുതുമല്ലേ? 1 2 3 4 5 6. അതാരാടാ? ഈ 1 2 3 4 5 6 എന്ന് പറയുന്നത് നമ്മുടെ യു തന്നെയല്ലേ? ഓക്കെ, അതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. മക്കളെ, പ്രോപ്പർട്ടി മൂന്നാമത്തെ പ്രോപ്പർട്ടി, ദേ എയും എ കോംപ്ലിമെൻറ്റോട് ഇൻ്റർസെക്ഷൻ എടുക്കണം. യൂണിയൻ എടുത്ത സ്ഥാനത്ത് ഇവിടെ ഇൻ്റർസെക്ഷൻ എടുക്കണം. എ നോക്കുക 1 2 3 ആണ്, എ കോംപ്ലിമെൻറ്റ് നോക്കുക 4 5 6 ആണ്. കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ കോമൺ ആയി വരുന്ന എലമെൻറ്റ് ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ 1 2 3, അവിടെ 4 5 6, കോമൺ എലമെൻറ്റ്സ് ഒന്നും ഇല്ല. അതിൻ്റെ അർത്ഥം അതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്താണ്? 5 ആണ്, അല്ലെങ്കിൽ നൾ സെറ്റ് ആണ്. ഇനി മക്കളെ, 5 കോംപ്ലിമെൻറ്റ്, 5യുടെ കോംപ്ലിമെൻറ്റ് കാണാൻ പറഞ്ഞാൽ എങ്ങനെയാണ്? 5യുടെ കോംപ്ലിമെൻറ്റ് എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ യു മൈനസ് എ, ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ യു എന്താണ്? യു മൈനസ് ബി. അങ്ങനെയാണെങ്കിൽ 5 കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ 5 കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യുയിൽ നിന്നും ആരെ കുറയ്ക്കുക? 5യെ കുറയ്ക്കുക. യു മൈനസ് 5. യുയിൽ നിന്നും 5 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ 5 എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റും ഇല്ലാത്ത സെറ്റിനെയാണ് 5 എന്ന് പറയുന്നത്. യുയിൽ നിന്നും ഒന്നിനെയും 5 എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു എലമെൻറ്റും ഇല്ല. അതിൻ്റെ അർത്ഥം യുയിൽ നിന്നും ഒന്നും കുറയ്ക്കുന്നില്ല. യുയിൽ നിന്നും ഒന്നും കുറയ്ക്കുന്നില്ല എങ്കിൽ യു തന്നെയല്ലേടാ കിട്ടുന്നത്, മാറ്റമൊന്നുമില്ലല്ലോ. യുയിൽ നിന്നും ഒന്നും കുറയുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് 5യുടെ കോംപ്ലിമെൻറ്റ് യു വരുന്നത്. ഇനി യു കോംപ്ലിമെൻറ്റ്, യുയുടെ കോംപ്ലിമെൻറ്റ്, യുവിൻ്റെ കോംപ്ലിമെൻറ്റ് എന്താണെന്ന് പറയാൻ പോകുന്നത്? യു കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ യു മൈനസ് എ എന്താണ്? എ കോംപ്ലിമെൻറ്റ് ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ യു മൈനസ് എ കോംപ്ലിമെൻറ്റ്. 5 കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്ത് കോംപ്ലിമെൻ്റ് എന്ന് കേട്ടാൽ യുയിൽ നിന്നും ആ പറയപ്പെടുന്ന ആളെ കുറയ്ക്കുക. അപ്പോൾ യു കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ യുയിൽ നിന്നും ആരെ കുറയ്ക്കണം? യുവിനെ തന്നെ കുറയ്ക്കാനാണ് പറയുന്നത്. യുയിൽ നിന്നും യു പോയാൽ, ഒരു ക്വാണ്ടിറ്റിയിൽ നിന്നും അത് തന്നെ പോയാൽ ഒന്നും വരത്തില്ല എലമെൻറ്റ്സ്. അത് ഒരെണ്ണത്തിൽ നിന്ന് യുവിന് യു തന്നെ അങ്ങ് എടുത്ത് കളയുകയല്ല. അപ്പം എന്ത് വരും ആൻസർ? നൾ സെറ്റ് അല്ലെങ്കിൽ 5 വരും ഉത്തരം. ഓക്കെ, ഇതാണ് പ്രോപ്പർട്ടീസ്. ഒരു മെയിൻ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയും കൂടെ പറയാനുണ്ട്, ഇപ്പോൾ പറയാം. ഓക്കെ, അടുത്ത് നോക്കണം. ദേ ഡിമോർഗൻസ് ലോ. എന്താണ് ഡിമോർഗൻസ് ലോ എന്നാണ് ആദ്യം പറയാം. ഡിമോർഗൻസ് ലോ എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഓക്കെ, ഒരെണ്ണമുണ്ട്. എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. ഇതാണ് ഡിമോർഗൻസ് ലോ. രണ്ട് ഇമ്പോർട്ടൻറ്റ് ലോസ് ആണ്. ഇത് മിക്കവാറും അവർ വെരിഫൈ ചെയ്യാൻ ചോദിക്കും. ഒന്നില്ലെങ്കിൽ അവർ ക്വസ്റ്റ്യൻ കണ്ട യു എന്ന് പറഞ്ഞൊരു സെറ്റ് തരും, എ തരും, ബി തരും. വെരിഫൈ ഡിമോർഗൻസ് ലോ എന്ന് ചോദിക്കാം. ക്വസ്റ്റ്യൻ പല തരത്തിലുണ്ടാ. വെരിഫൈ ഡിമോർഗൻസ് ലോ ഫോർ ദി ഫോളോയിങ്. ഈ തന്നിരിക്കുന്നതിൻ്റെ അകത്ത് ഡിമോർഗൻസ് ലോ വെരിഫൈ ചെയ്യാൻ പറയും. അല്ലെങ്കിൽ പിന്നെ അവർ ചോദിക്കുന്നതാണ് ഈ യുവും എയും ബിയും തന്നിട്ട് ഈ ലോകളെയാണ് ഡിമോർഗൻസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ലോ, ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് പറയും എന്താണ്? വെരിഫൈ ദാറ്റ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഏതെങ്കിലും ഒരെണ്ണം വെരിഫൈ ചെയ്താൽ മതി എന്ന് പറയും. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ട് അത് വെരിഫൈ ചെയ്യാൻ പറയും. വേറെ ഒന്നുമില്ല, ഈ ലോ എന്ന് പഠിക്കുക. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. എ എഴുതുന്നു, യൂണിയൻ ബി എഴുതുന്നു, ദ ഹോൾ കോംപ്ലിമെൻറ്റ്. ആ കോംപ്ലിമെൻറ്റ് രണ്ടുപേർക്കും കൊടുക്കാതെ എക്ക് കൊടുക്കുമ്പോൾ എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ്. യൂണിയൻ എന്തായി? ഇൻ്റർസെക്ഷനായി. അപ്പോൾ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് ആണെങ്കിൽ കോംപ്ലിമെൻറ്റ് കൊടുക്കുമ്പോൾ എ കോംപ്ലിമെൻറ്റ് പിന്നെ ബി കോംപ്ലിമെൻറ്റ്. ഇവിടെ യൂണിയൻ ആയതുകൊണ്ട് ഇപ്പുറത്ത് വന്നപ്പോൾ റൈറ്റ് സൈഡ് ഇൻ്റർസെക്ഷൻ. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു വെക്കണം. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് ആണെങ്കിൽ എ കോംപ്ലിമെൻറ്റും കൊടുക്കും, ബി കോംപ്ലിമെൻറ്റും കൊടുക്കും. ഇവിടെ ഇൻ്റർസെക്ഷൻ ആയതുകൊണ്ട് ഇവിടെ വരുമ്പോൾ എന്താവും? അത് യൂണിയൻ ആവും. അത്ര ഓർത്താൽ മതി.
കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഇനി എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. ഇവിടെ യൂണിയൻ വന്നാൽ ഇപ്പുറത്ത് ഇൻ്റർസെക്ഷൻ, ഇവിടെ ഇൻ്റർസെക്ഷൻ വരുമ്പോൾ അപ്പുറത്ത് യൂണിയൻ. നമുക്ക് രണ്ടും ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ആദ്യം ഒന്നാമത്തെ ലോ നോക്കാം. അതെ, ഇതിൽ ഈ പറയുന്ന പോലെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കണ്ടുപിടിച്ചിട്ട് ഈക്വൽ ആണോ എന്ന് നോക്കണം. അപ്പോൾ ആദ്യം ഒരെണ്ണം ചെയ്യാം, പിന്നെ മറ്റേ ചെയ്യാം. അപ്പം ഇത് ചെയ്യണമെങ്കിൽ എ യൂണിയൻ ബി ഒന്നാമത്തെ ലോയിലൂടെ നോക്കുക. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്, അതാണ് ലെഫ്റ്റ് സൈഡ്. എ യൂണിയൻ ബി കാണുക എങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ് കാണാൻ പറ്റത്തുള്ളൂ. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഏതാണ്? എയും ബിയിലുള്ള എല്ലാം കൂടെ ഒന്നിച്ചെഴുതും. 1 2 ദേ ഇവിടെ 4 ഉണ്ട്, ഒരു ഓർഡറിൽ എഴുതുകയാണ് നമ്മൾ, അതുകൊണ്ടാണ് 4 എഴുതിയത്. 1 2 4 5 6 7 പിന്നെ 9. നമ്പർ എല്ലാം കൂടെ നോക്കിയാൽ 1 ഉണ്ട്, 2 ഉണ്ട്, 1 2 5 6 7 ആണ്. അപ്പുറത്ത് 2 4 5 7 9 ആണ്. നമ്മൾ രണ്ടുകൂടെ ഒന്നിച്ച് കമ്പൈൻ ചെയ്തിട്ട് ഒരു ഓർഡറിൽ എഴുതിയെന്നേ ഉള്ളൂ. അതാണ് എയിലും ബിയിലുള്ള എല്ലാവരും എഴുതുക. റിപ്പീറ്റ് ചെയ്യുന്നവരെ ഒരു വട്ടം എഴുതാവുള്ളൂ. ഓക്കെ, ഇനി എ യൂണിയൻ ബി കിട്ടി, അതിൻ്റെ എന്ത് കാണണം? ലെഫ്റ്റ് സൈഡിൽ എന്താ പറയുന്നത്? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻ്റ് എന്ന് കണ്ടു നോക്കാം. എടാ, എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ യു മൈനസ് എ അല്ലേ? ബി കോംപ്ലിമെൻറ്റ് യു മൈനസ് ബി ആണ്. എങ്കിൽ എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻറ്റാ യുയിൽ നിന്നും ആ കോംപ്ലിമെൻറ്റ് പറയപ്പെടുന്ന ആളെ കുറച്ചാൽ മതി. എ യൂണിയൻ ബിയെ കുറയ്ക്കുക. മക്കളെ, യുയിൽ നിന്നും എ യൂണിയൻ ബി കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ആൻസർ നോക്കിയേ. യു എന്ന് പറയുന്നതിൻ്റെ അതൊന്ന് എ യൂണിയൻ ബി നമ്മൾ കുറയ്ക്കുകയാണ്. ഇതേ യു നോക്കുക, അതിൽ നിന്ന് ഈ എ യൂണിയൻ ബി എടുത്ത് മാറ്റുന്നു. യുയിൽ നിന്നും എ യൂണിയൻ ബിയിൽ എലമെൻറ്റ്സ് മാറ്റുന്നു. 1 അപ്പം എഴുതാൻ പറ്റത്തില്ല, 2 പറ്റത്തില്ല, 3 എ യൂണിയൻ ബിയിൽ ഇല്ല, അതുകൊണ്ട് യുയിലുള്ള 3 നമുക്ക് എഴുതാൻ പറ്റും. കോമ ദേ 5 അവിടെ ഇവിടെ ഉണ്ട്, എഴുതാൻ പറ്റത്തില്ല. 6 നോക്കുമ്പം എ യൂണിയൻ ബിയിലുണ്ട്, പറ്റത്തില്ല. 7 പറ്റത്തില്ല. ദേ 8 പറ്റും. 9 പറ്റത്തില്ല. അപ്പം യുയിൽ നിന്നും എ യൂണിയൻ ബി കുറച്ചാൽ കിട്ടുന്ന ആൻസറാണ് 3,8. ലോയുടെ ഒന്നാമത്തെ ലോ, ഡിമോറൻസ് ലോയുടെ 2 എണ്ണം ഉള്ളതിൽ ഒന്നാമത്തെ ലെഫ്റ്റ് സൈഡ് കിട്ടി. ഇനി റൈറ്റ് സൈഡ് നോക്കാം. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് കാണാനാണ്. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് കാണാൻ വേണ്ടി നമ്മൾ എ യൂണിയൻ ബി കണ്ടിട്ട് അതിൻ്റെ കോംപ്ലിമെൻറ്റ് കണ്ട്. എന്നാൽ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് കാണണമെങ്കിൽ ആദ്യം നമുക്ക് എ കോംപ്ലിമെൻറ്റ് അറിഞ്ഞിരിക്കണം, പിന്നെ ബി കോംപ്ലിമെൻറ്റ് അറിയണമെങ്കിൽ ഇൻ്റർസെക്ഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ യുയിൽ നിന്നും യൂണിവേഴ്സൽ സെറ്റായ യുയിൽ നിന്നും എ കുറയ്ക്കുന്നതല്ലേ എ കോംപ്ലിമെൻറ്റ്. യുയിൽ നിന്നും ദേ എ ഒന്ന് മാറ്റിക്ക്. യു എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ മാറ്റുക. എ ആരാ? 1 2 5 6 7 ആണ്. ഇതിൽ നിന്നും 1ഉം 2ഉം 5ഉം 6ഉം 7ഉം അങ്ങ് മാറ്റുക. 1ഉം 2ഉം 5ഉം 6ഉം 7ഉം മാറ്റിയാൽ ബാക്കി ആരുണ്ട്? ദേ 3 ഉണ്ട്, പിന്നെ ആരുണ്ട്? 4 ഉണ്ട്. 5 പറ്റത്തില്ല, 6 പറ്റത്തില്ല, 7ഉം പറ്റത്തില്ല, പിന്നെ ആരുണ്ട്? 8 ഉണ്ട്, 9 ഉണ്ട്. 1 മാറ്റി നമ്മൾ 2 മാറ്റി, 3 എഴുതി, പിന്നെന്താണ്? 4 എഴുതാൻ പറ്റി. 5 ഇവിടെ ഉള്ളതുകൊണ്ട് പറ്റിയില്ല. 6 പറ്റിയില്ല, 7 പറ്റിയില്ല, 8 9 എഴുതി. ഇനി ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ബി കോംപ്ലിമെൻ്റ് കാണണ്ടേ? എങ്കിലല്ലേ എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് കാണാൻ പറ്റത്തുള്ളൂ. ബി കോംപ്ലിമെൻ്റ് കാണുമ്പോൾ യുയിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ബി കുറയ്ക്കുക. യുയിലേക്ക് നോക്കുക, ബി അങ്ങ് എടുത്ത് കളയുക. അപ്പോൾ 1 യുയിൽ ഉണ്ട്, എന്നാൽ എ ബിയിലില്ലാത്തതുകൊണ്ട് എഴുതാൻ പറ്റും. ഓക്കെ, 1 എഴുതാം. 2 അവിടെ ഉണ്ട്, എഴുതാൻ പറ്റത്തില്ല. 3 പറ്റും, 3 അപ്പുറത്തില്ല. 4 ഇവിടെ ഉണ്ട്, പറ്റത്തില്ല. 5 ഉണ്ട്, പറ്റത്തില്ല. 6 ബിയിലില്ല, അതുകൊണ്ട് 6 എഴുതാം. 7 അവിടെ ഉണ്ട്, പറ്റത്തില്ല. 8 അവിടെ ഇല്ല, അതുകൊണ്ട് പറ്റും. 9 പറ്റത്തില്ല. അപ്പോൾ എ കോംപ്ലിമെൻറ്റും ആയി, ബി കോംപ്ലിമെൻറ്റും ആയി. ഇതിൻ്റെ എന്ത് കാണുക? എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഈക്വൽ. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കോംപ്ലിമെൻ്റ് എടുത്താൽ രണ്ടിലും കോമൺ ആയി വരുന്ന എലമെൻ്റ് അല്ലടാ കോംപ്ലിമെൻറ്റ്. ഈ എ കോംപ്ലിമെൻറ്റിലും ബി കോംപ്ലിമെൻറ്റിലും പൊതുവേ നമ്മൾ കാണുന്ന 2 എലമെൻറ്റുകൾ ഏതൊക്കെ ഉണ്ട്? 3 ഉണ്ട്, ഇവിടെ ഉണ്ട്, 8ഉം. ഇത് രണ്ടുമാണ് അവിടുത്തെ കോംപ്ലിമെൻറ്റിൽ വരുന്ന എലമെൻറ്റ്സ്. 3 8. ഡിമോറൻസ് ലോയിലെ ഒന്നാമത്തെ ലോയുടെ ഏതാണ്? ലെഫ്റ്റ് സൈഡ് നമ്മൾ ആദ്യം ചെയ്തിരുന്നു, അതിൻ്റെ ആൻസറാണ് 3 8. റൈറ്റ് സൈഡിൻ്റെ ആൻസറും 3 8. അപ്പോൾ എന്ത് കിട്ടി? എന്ത് എഴുതാം നമുക്ക്? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ആണ് എന്തിന്? എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഒരെണ്ണം മാത്രം ചോദിച്ചാൽ ഹെൻസ് ഇറ്റ് ഈസ് വെരിഫൈഡ് എന്നോ, അല്ലെങ്കിൽ ഹെൻസ് ഡിമോർഗൻസ് ലോ ഈസ് വെരിഫൈഡ് എന്നൊക്കെ എഴുതാം, വെരിഫൈ ചെയ്യാൻ പറയുമ്പോൾ. ഓക്കെ, ഇത് ഒന്നാമത്തെ ലോ ആണ്. നമുക്ക് ഇതേ പ്രോബ്ലത്തിൽ രണ്ടാമത്തെ ലോ ഇപ്പോൾ ചെയ്യാം. ഇത് ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് നമുക്ക് രണ്ടാമത്തെ ഇതേപോലെ ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ലോ ചെയ്തപ്പം എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റും
എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് നമുക്ക് സെയിം ആയിട്ട് കിട്ടി. അതുപോലെ ഇതും അങ്ങനെ, ഇത് ഇവിടെ കിട്ടിയ ഉത്തരങ്ങൾ തന്നെ ഇവിടെ കിട്ടണമെന്നല്ല. ഈ ലോയിൽ ഒന്നാമത്തെ ലോയുടെ ലെഫ്റ്റും റൈറ്റും ഓക്കെയാണ്, അത് ഓക്കെ ആണോ നോക്കുക. അപ്പം ആ ലോ വെരിഫൈ ആയി, അല്ലെങ്കിൽ ആ ഒരു ഒന്നാമത്തെ ഇത് വെരിഫൈ ആയി. രണ്ടാമത്തത് എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് കണ്ടു നോക്കുക. അതേ ആൻസർ തന്നെയാണോ എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റും വരുന്നതെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബി കാണും, എന്നിട്ട് അതിൻ്റെ കോംപ്ലിമെൻറ്റ് കാണും. എ ഇൻ്റർസെക്ഷൻ ബി കാണുക. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് ആരൊക്കെയാണ്? എയിലും ബിയിലും കോമൺ ആയി വരുന്നത് എയിൽ 1 ഉണ്ട്, പക്ഷേ ബിയിലില്ല 1. 2 ഉണ്ട്, 2 രണ്ടിടത്തും ഉണ്ട്. 2, 5 രണ്ടിടത്തും ഉണ്ട്. 6 രണ്ടിടത്തും ഇല്ല. 7 രണ്ടിടത്തും ഉണ്ട്. 2, 5, 7 ഇതാണ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് കാണാമെന്ന് പറഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെൻറ്റ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ യുയിൽ നിന്നും ആ പറയപ്പെടുന്ന സെറ്റിനെ കുറയ്ക്കുക. യൂണിവേഴ്സൽ സെറ്റായ യുയിൽ നിന്നും എ ഇൻ്റർസെക്ഷൻ ബിയെ കുറച്ച് കളഞ്ഞാൽ എന്ത് വരും? നമ്മൾ യുയിൽ നിന്നും 2ഉം 5ഉം 7ഉം അങ്ങ് മാറ്റുക. ബാക്കി ആരുണ്ട്? 1 ഉണ്ട്, 2 പറ്റത്തില്ല, കളഞ്ഞ്. എ ഇൻ്റർസെക്ഷൻ ബി കളയാണ്. 3 പറ്റും, പിന്നെ 4 പറ്റും. 5 ഇവിടെ ഉള്ളതുകൊണ്ട് പറ്റത്തില്ല, കുറയ്ക്കുന്നത് കൊണ്ട്. ഇനി 6 എഴുതാൻ പറ്റും. 7 ഉള്ളതുകൊണ്ട് പറ്റത്തില്ല. പിന്നെന്താണ്? 8 പറ്റും, 9ഉം പറ്റും. ഓക്കെ, ഇതാണ് എ ഇൻ്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെൻറ്റ്. യുവിൽ നിന്നും എ ഇൻ്റർസെക്ഷൻ ബി കുറച്ച്. ഇനി അടുത്തത്, അപ്പോൾ ലെഫ്റ്റ് സൈഡ് കിട്ടി 1, 3, 4, 6, 8, 9. ഇതാണ് ലോയുടെ രണ്ടാമത്തെ, ഡിമോർഗൻസ് ലോയുടെ രണ്ടാമത്തതിൻ്റെ ലെഫ്റ്റ് സൈഡ് കിട്ടി. ഇനി റൈറ്റ് സൈഡ് കാണാൻ പോവാം. റൈറ്റ് സൈഡ് കാണണമെങ്കിൽ യൂണിയൻ എടുക്കണം. എ കോംപ്ലിമെൻറ്റിൻ്റെയും ബി കോംപ്ലിമെൻറ്റിൻ്റെയും യൂണിയൻ എടുക്കണമെങ്കിൽ ആദ്യം എ കോംപ്ലിമെൻറ്റ് കാണണം. നേരത്തെ നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ ഒരു ഫസ്റ്റ് സൈഡ് വെരിഫൈ ചെയ്തപ്പോഴേ നമ്മൾ എ കോംപ്ലിമെൻറ്റ് കണ്ടത്. യുവിൽ നിന്നും എന്ത് കുറയ്ക്കുന്നതാണ്? എ കോംപ്ലിമെൻറ്റ്. യുവിൽ നിന്നും എ കുറയ്ക്കുക. ഓക്കെ, യുവിൽ നിന്നും എ അങ്ങ് മാറ്റുക. എ മൊത്തത്തിൽ ഈ യുവിൽ നിന്നും എ മാത്രം എടുത്ത് മാറ്റി. എയിലുള്ള എലമെൻറ്റ്സ് മാറ്റിയാൽ 1ഉം 2ഉം മാറ്റുന്നു. പിന്നെ ആരുണ്ട്? 5 മാറ്റണം, 6 മാറ്റണം, 7 മാറ്റണം. ബാക്കി ആരൊക്കെ ഉണ്ട്? 1ഉം 2ഉം മാറി, പിന്നെ 3. ഓക്കെ, പിന്നെ ആരാ? 4 ഉണ്ട്. 5 ഇവിടെ ഉള്ളതുകൊണ്ട് എഴുതാൻ പറ്റത്തില്ല. 6 പറ്റത്തില്ല, 7 പറ്റത്തില്ല. പിന്നെ ആരാ? 8ഉം 9ഉം. ഇതാണ് എ കോംപ്ലിമെൻറ്റ്. ഇനി ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ആരെ കുറയ്ക്കണം? ബിയെ കുറയ്ക്കണം മക്കളെ. യുയിൽ നിന്നും ബി എടുത്ത് മാറ്റുക. ബിയിലുള്ള 2, 4, 5, 7, 9 യുയിൽ നിന്നും എടുത്തങ്ങ് മാറ്റുക. പിന്നെ ആരെ എഴുതാൻ പറ്റും? 1 പറ്റും, 3 പറ്റും, 4 പറ്റത്തില്ല, 5 പറ്റത്തില്ല, 6 പറ്റും, 7 അവിടെ ഉള്ളതുകൊണ്ട് പറ്റത്തില്ല, 8 പറ്റും, പക്ഷെ 9 അവിടെ ഉള്ളതുകൊണ്ട് പറ്റത്തില്ല. 1, 3, 6, 8 ഇതാണ് ബി കോംപ്ലിമെൻറ്റ്. ഇനി ഇതിൻ്റെ യൂണിയൻ കാണുക. എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് കാണുക. ഓക്കെ, കാണുമ്പം ഇതിലുള്ള എല്ലാം കൂടെ ഒന്നിച്ചെഴുതിയാൽ നമുക്കൊരു 3, 4, 8, 9, 1, 3, 6, 8 ഇതൊരു ഓർഡറിൽ എഴുതുകയാണ്. അപ്പോൾ ആദ്യം ആര് എഴുതാം? നമ്പറിൽ 1 എഴുതാം. എല്ലാം കൂടെ ഒന്നിച്ചെഴുതുകയാണ്, ഒരു ഓർഡറിൽ എഴുതാം. പിന്നെ ആരെ എഴുതാം? 3, പിന്നെ ഉള്ളത് 4, പിന്നെ ഉള്ളത് 6, പിന്നെ 8, പിന്നെ 9. 1, 3, 4, 6, 8, 9 ഇതാണ് നമ്മുടെ ലോയുടെ സെക്കൻഡ് പാർട്ടിൻ്റെ റൈറ്റ് സൈഡ്. ഇത് ലെഫ്റ്റ് സൈഡ് രണ്ടും സെയിം ആണെന്ന് നോക്കി, സെയിം ആണ്. അപ്പം അങ്ങനെയും കിട്ടി. എ ഇൻ്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെൻറ്റ് കാണുന്ന അതേ ആൻസർ തന്നെയാണ് എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് കണ്ടാലും കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എഴുതാം ഹെൻസ് ഇറ്റ് ഈസ് വെരിഫൈഡ്, അല്ലെങ്കിൽ ഹെൻസ് ഡിമോർഗൻസ് ലോ ഈസ് വെരിഫൈഡ് എന്നോ എഴുതാം കേട്ടോ. അപ്പം എക്സാമിന് യുവും എയും ബിയും തന്നിട്ട് ഡിമോർഗൻസ് ലോ വെരിഫൈ ചെയ്യാൻ ചോദിച്ചാൽ ഈ 2 ലോയും നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ, രണ്ടും ചെയ്യണം. ഓക്കെ, ഇനി അതിന് പകരം അവർ ചോദിക്കുകയാണ് ഈ ഒരു യു എ ബി തന്നിട്ട് ഇങ്ങനെ വെരിഫൈ ഡിമോർഗൻസ് ലോ എന്ന് ചോദിക്കാതെ അവർ തൊട്ട് താഴെ പറയാം വെരിഫൈ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്, അത് മാത്രം വെരിഫൈ ചെയ്യൂ എന്നും പറഞ്ഞ് ചോദ്യം വരാം ഇതിന് പകരമായിട്ട്. അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ ലോ വന്നിട്ട് അത് വെരിഫൈ ചെയ്യാൻ പറയാം. ഇങ്ങനെയൊക്കെയാണ് മക്കളെ ഡിമോർഗൻസ് ലോയുടെ സെക്ഷനിൽ നിന്ന് ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ സെറ്റ്സ് എന്നുള്ള ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പം ടോട്ടൽ നമ്മൾ ഇതോടെ കൂട്ടി 4ാമത്തെ പാർട്ടാണ് നമ്മുടെ വീഡിയോ. ഈ 4 പാർട്ടും ഇപ്പോൾ ഈ പാർട്ടാണ് കാണുന്നതെങ്കിൽ ബാക്കിയുള്ള എല്ലാം കണ്ടിട്ട് ഇതിലേക്ക് വരിക. അപ്പം ഈ 4 പാർട്ട് കണ്ടു കഴിയുമ്പം നിങ്ങൾക്ക് ഈ പാഠം ക്ലിയർ ആവും. ഒരു നോട്ടായിട്ട് എഴുതി വെച്ച് വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നോട്ടായിട്ട് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് പിന്നെയും ആ നോട്ട് യൂസ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പം ഇനി അടുത്തൊരു പാഠവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഗുഡ് ബൈ എല്ലാവർക്കും.